ട്രംപ് ഓരോ രാജ്യത്ത് പോയി അവിടുത്തെ ഭരണാധികാരികളെയും ഭാര്യ അടക്കം കിടക്കപ്പായി എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ട്രംപിന്റെ വിചാരവും ട്രംപ് ചെയ്യുന്നതെല്ലാം ലോക രാജ്യങ്ങൾ സംസാരിക്കും. ട്രംപിന്റെ ഈ നീക്കങ്ങളെക്കുറിച്ചൊക്കെ അവർ വാനോളം പോർത്തും എന്നൊക്കെ പറഞ്ഞു. ഈ ഗ്രീൻലാൻഡിന്റെ വിഷയത്തെക്കുറിച്ച് പുടിനോട് ചിലപ്പോൾ പുടിൻ പറഞ്ഞു അതൊക്കെ അയാളുടെ കാര്യം, ഞാൻ അതിലൊന്നും ഇടപെടാൻ പോലെ, എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ വേറെ കിടക്കുമ്പോഴാണ് ഇവന്റെ കാര്യങ്ങൾക്ക് ഞാൻ ഇടപെടാൻ പോകുന്നതെന്ന്. പക്ഷേ പുടിൻ അങ്ങനെ പറഞ്ഞതിന് പിന്നിൽ ചില കാരണങ്ങളില്ലേ? പുടിനെ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ അമേരിക്കയൊന്നും നമുക്ക് വിഷയമല്ല, നമ്മുടെ കാര്യം. അതിനകത്ത് ഇവന്മാരെല്ലാം കൂടെ ഒന്നിച്ച് നിന്നതാണല്ലോ. അല്ലെങ്കിൽ ഈ പുടിൻ പറയുന്നത് യൂറോപ്പ് കേൾക്കുന്നു, നാറ്റോ കേൾക്കുന്നു, അവർ പറയുന്നത് ഇവർ കേൾക്കുന്നു. ഇപ്പോൾ അതിനകത്ത് ഈ വിഷയത്തോടു കൂടി യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കകത്ത് വെടിപ്പുണ്ടായി, അറിയാമോ? ആ വെടിപ്പുണ്ടായി. അവിടെ സൈനിക വിന്യാസം ഗ്രീൻലാൻഡിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നടത്തുന്നു. ഇദ്ദേഹം 10% താരിഫ് ഏർപ്പെടുത്തുന്ന സമയത്ത് ജർമ്മനി സൈന്യത്തെ എടുത്തുകൊണ്ട് ഓടുന്നു. അപ്പം പല രീതിയിലായി. ഫ്രാൻസൊക്കെ ഇന്നലെ പരസ്യമായിട്ട് മാക്രോൺ അല്ലേ, ഫ്രാൻസ് അദ്ദേഹം പരസ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം, എല്ലാത്തിനകത്തും കയറി ഇതുപോലെ ചട്ടമ്പിത്തരം കാണിക്കരുത് എന്നുള്ള ഭാഷയിലാണല്ലോ ഇന്നലെ സംസാരിച്ചത്. കാരണം ഏത് വിഷയത്തിനകത്തും പറയാം. അതുപോലെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ചൈനയെ ഒരു പക്ഷേ യൂറോപ്പിലേക്ക് അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ബിസിനസ്സിന് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്തുവാ? അതായത് നമ്മളീ പറയുമ്പം ഈ ശീതസമരത്തിന് ശേഷം അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയിട്ട് നാറ്റോ ആണെങ്കിൽ നേതാവാരാ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ അങ്ങനെ, അല്ലെങ്കിൽ G7 രാജ്യം, ഇതിൻ്റെ എല്ലാം നേതാവ് അമേരിക്കയല്ലേ? അല്ലെങ്കിൽ ഇതിനകത്ത് വീടിപ്പുണ്ടാക്കുന്നതിനപ്പുറം ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ചേരി അല്ലെങ്കിൽ ചൈന, റഷ്യ, ഇന്ത്യ എന്നുള്ളൊരു ചേരിക്കകത്ത് അതിൽ കൂടുതൽ നേട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു വിഷയം വന്നപ്പോൾ അവരുടെ വിഷയത്തിൽ ഇവരുടെ ഒരു കാര്യമുണ്ട്. ഈ പണ്ട് നമ്മൾ പറയുന്ന കണക്കല്ല, ഞങ്ങളുടെ കാര്യം ലോകത്തെല്ലാം വലിയ കാര്യം കണ്ടില്ലേ? യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒരു ഭീകരവാദ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് അങ്ങ് അപലപിക്കുക. അവരപലപിക്കുന്നു, അമേരിക്ക അപലപിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കാരെ അടിച്ച അവന്മാർക്ക് ഒരു പ്രശ്നമില്ല, അപലപില്ല. ഇപ്പോൾ പോളണ്ടിൻ്റെ വിഷയം കണ്ടില്ലേ? പോളണ്ടിൻ്റെ വിഷയത്തിന് അവനിവിടെ വന്നിട്ട് പാകിസ്ഥാനുമായിട്ട് ഒരു ചെങ്ങാത്തം ഇന്നലെ ജയശങ്കർ കൂലി ആവശ്യം പോലെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വേണ്ട, അതിന് ഇവിടെ വന്നപ്പം പരിഗണന കണ്ടില്ലായിരുന്നു. ബാക്കി UAE പ്രസിഡന്റ് വന്നപ്പം അവിടുന്ന് അദ്ദേഹത്തെ പരവതാനി പിടിച്ചു കൊണ്ടുവന്ന്, മറ്റേടത്ത് ഫോറിൻ മിനിസ്റ്റർമാർ വന്നപ്പം ചർച്ചയൊക്കെ നടന്നു. എന്നാലും പരവതാനി വിരിപ്പൊന്നും ഇല്ലായിരുന്നില്ല. എന്നിട്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ NDTV ചോദിച്ചു, ഇങ്ങനെ പാകിസ്ഥാൻ്റെ വിഷയത്തിൽ ചോദിച്ചപ്പോൾ NDTVയോട് ക്ഷുഭിതനായി. അതിന് മറുപടി പറയാൻ പോലും കഴിയില്ല. അപ്പം ഇന്ത്യ കൊടുക്കുന്ന താക്കീതിൻ്റെ കാര്യം പറയാം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കകത്ത് അവരെടുക്കുന്ന നിലപാട്, അവർക്ക് അവരുടേതായിട്ടൊരു കാര്യം വരുമ്പോൾ അവരുടെ നിലപാട്, വേറെ ഉള്ളവൻ്റെ കാര്യം വരുമ്പം അവർക്ക് ആ അവരുടെ താല്പര്യങ്ങൾ തന്നെ. അപ്പം അതാണിപ്പം ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വേണ്ട, അവരുടെ ഗ്രീൻലാൻഡ് വിഷയം, അതിൻ്റെ അപ്പുറത്തെ ആന്റിക് മേഖലയുണ്ട്, അവിടെ എന്തെങ്കിലും കാര്യം വന്നാൽ ഞങ്ങൾ ആലോചിച്ചോളാം, അത് ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്നു. ഇവിടുത്തെ വിഷയമാണ് നടത്തിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ. അപ്പം ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വന്നു. അപ്പം അതിനകത്ത് വേടിപ്പ് വന്നപ്പോൾ ഇപ്പോൾ ഇന്നലെ ട്രംപിന് തലയ്ക്ക് ഇതുപോലെന്നിപ്പോൾ അവിടുത്തെ സെനറ്റ് അംഗങ്ങൾ വരെ പറഞ്ഞു തുടങ്ങി വൈസ് പ്രസിഡന്റിനെ ഏൽപ്പിക്കണം. അയാൾ ഇന്ന് രാവിലെ നിലപാട് മാറ്റി, ബലം പിടിക്കത്തില്ല. ഇന്നലെ ട്രൂത്തിനകത്ത് അയാൾ അവിടെ കൊടി നാട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചെടുത്തിട്ട് കൊടി നാട്ടുന്ന, അമേരിക്കൻ കൊടി നാട്ടി ഫോട്ടോ ഇട്ടാൾ ഇന്ന് രാവിലെ പറഞ്ഞ കേട്ടോ, ഇല്ല ഗ്രീൻലാൻഡ് പിടിക്കുന്നില്ല, ബലം പ്രയോഗിക്കുന്നില്ല, താരിഫ് പിൻവലിച്ചു എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ തന്നെ ജയശങ്കർ വളരെ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു വിഷയത്തിനകത്ത് ഈ യൂറോപ്യൻ യൂണിയനും അന്ന് ഒരു പ്രശ്നം വന്നപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസ് അല്ല ഏതോ ബ്രിട്ടനുമായിട്ട് അങ്ങോട്ട് ഏതാണ്ട് വിഷയം വന്ന നമ്മുടെ കരാറിനൊക്കെ മുമ്പ് വിഷയം വന്നപ്പോൾ ഇതുപോലെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുണ്ട്, മാത്രമല്ല ഞങ്ങളുടെ രാജ്യങ്ങളുടെ താല്പര്യവും ഞങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അയക്കും. യൂറോപ്യൻ യൂണിയനകത്ത് ഞങ്ങളെ ബാധിക്കാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ മൈൻഡ് പോലും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പം അത്രയ്ക്കുള്ള വിലയെ ഈ പറയുന്നത് പോലെ ഇന്ത്യ കൊടുക്കുന്നില്ല. ഇത് തന്നെ പുടിൻ ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ ആണെങ്കിൽ ഇത് അഭിപ്രായം പറയണം, ഇവരുടെ കാര്യത്തിനകത്ത് ഇടപെടണം, അല്ലെങ്കിൽ ചേരിയിൽ നിൽക്കണം എന്നുള്ളൊക്കെ രീതിയിലും ഒക്കെയുള്ള ഒരു ആഢ്യത്വവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചേരിയുമായിട്ട് നിന്നിരുന്ന ഈ യൂറോപ്യൻ യൂണിയനും നാറ്റോയും G7 അല്ലെങ്കിൽ അമേരിക്കയും ഒക്കെ ഇപ്പം ഇസ്പയുടെ 7ാം കൂലിയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വിഷയം മാത്രമല്ല, ഇപ്പോൾ താരിഫിൻ്റെ വിഷയം എങ്ങനെ വന്നു? ഇപ്പോൾ താരിഫിൻ്റെ വിഷയം റഷ്യയുടെ നമുക്ക് 20% താരിഫ്, റഷ്യയുമായിട്ട് എണ്ണയിൽ ഇറക്കുന്നതിനകത്ത് പിന്നെ 25 ആയപ്പോൾ 50, ഇനി 25 ആരാ? നമ്മൾ ഇറാനുമായിട്ടുള്ള വ്യാപാരം തുടങ്ങുന്നത് 25, അപ്പോൾ 75.
ഇത് വീണ്ടും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയ 500. ഈ പറഞ്ഞതെല്ലാം ഒന്നും ഇല്ലല്ലോ, കായംകുളംകാരുടെ കല്യാണം പോലെ ആയില്ലേ? എന്തെങ്കിലും ചെയ്യാൻ ചെയ്തതിനകത്ത് ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ചോ? മാത്രവുമല്ല, ഇപ്പം ഏറ്റവും അവസാനം നമുക്ക് വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇയാൾ ഈ ചെയ്തൊക്കെ ചെയ്തല്ലോ. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ 27 രാജ്യങ്ങളുമായിട്ട് ഈ ജനുവരി 27-ാം തീയതി ഒരു മദർ കരാർ, ആ രീതിയിൽ വിശേഷിപ്പിക്കാവുന്നതാണ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ്. അവരുടെ പേരെന്താന്ന് പ്രസിഡന്റ് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നു. ആ രീതിയിലേക്കുള്ള കരാറിലേക്ക് പോയില്ലേ? അമേരിക്ക എത്ര വട്ടം പറഞ്ഞു ഞാൻ താരിഫ് ഏർപ്പെടുത്തും, തിട്ടൂർ ഏർപ്പെടുത്തും, ഇതിൻ്റെ അനുകൂലമായിട്ട് നിൽക്കണം. ആര് നിന്നു? ഇപ്പോൾ ഈ കരാർ വന്നു കഴിയുമ്പോഴത്തേന് ഏതാണ്ട് 200 അല്ലെങ്കിൽ 200 മില്യൺ അല്ലെങ്കിൽ 200 കോടി ജനങ്ങൾ അല്ലേ, അത്രയും വരുന്നു. അതായത് തീരുമാനിക്കാൻ പറ്റാത്തതുപോലും ഊഹിക്കാൻ പറ്റാത്തതുപോലുമുള്ള 2004 തൊട്ട് ഇതിനെപ്പറ്റി ചർച്ച ഉണ്ടായിരുന്ന പറഞ്ഞത്. ഏതാണ്ട് ഈ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ അമേരിക്ക ഇത്തരത്തിൽ ട്രംപിൻ്റെ നിലപാടുകളാണ് ഇതിന് ആക്കം കൂട്ടിയിരിക്കുന്നത്. അത് യൂറോപ്യൻ യൂണിയനും അതിൻ്റെ ആവശ്യമായിട്ട് വരുന്നു, ഇന്ത്യക്കും ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അതിനകത്ത് നേരത്തെ നമ്മുടെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മറ്റ് പല സാധന സാമഗ്രികൾക്കും വല്ലാത്തൊരു ടാക്സ് ഉണ്ടായിരുന്നു. ആ ടാക്സിനകത്തൊക്കെ കുറവ് വരുത്തി. അതുകൊണ്ടാണ് ഈ ചർച്ച വഴിയുണ്ട്. ടാക്സിനകത്തൊക്കെ കുറവ് വരുത്തി പരസ്പരം ധാരണയോടുകൂടി ഒരു വലിയ കരാറിലേക്ക് പോകുന്നു. അതിനകത്ത് ഈ പറയുന്ന പോളണ്ട് ഉൾപ്പെടെ വരുവേ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം വലിയ കരാറിലേക്ക്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന ഒരവസ്ഥ, അതായത് ട്രംപ് ഏതാണ്ട് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ പഴയ ഒരു മേൽക്കോയ്മേൽ ഈ സായിപ്പന്മാരുടെ രാജ്യങ്ങൾക്കില്ല, തീരുമാനിക്കാൻ ആളില്ല. അവർക്കിടക്കകത്ത് പ്രശ്നമുണ്ടായാൽ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് മറ്റ് ചില രാജ്യങ്ങളോട് താല്പര്യമുണ്ടാവുകയും അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങൾ കൂടി ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പം ട്രംപിൻ്റെ സ്വേച്ഛാധിപത്യ നിലപാട് വരുമ്പം ഓരോ രാജ്യവും ഓരോ ദിവസം പിടിച്ചെടുക്കും. അപ്പം അതിനകത്ത് ഈ പറയുന്നത് പോലെ ഇവിടെയും റെയർ മെറ്റീരിയൽസിൻ്റെ വിഷയമാണ്. ഗ്രീൻലാൻഡ് അയാൾ അതുപോലെ അയാൾ മാപ്പ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൂടെ അയാൾ മാപ്പ് കാണിച്ചത് എന്തുവാണെന്നറിയോ? ഈ കാനഡ അവിടെ വരുമാനമുള്ള കാരണം സ്ഥലം കണ്ടമാനങ്ങൾ ഏറ്റവും വലിയ രാജ്യമായിട്ട് വരും. പക്ഷേ അവിടെ ആൾക്കാർ കുറവാണ്. അവിടെ അവർക്ക് റെയർ മെറ്റീരിയൽസ് കണ്ടമാനമുണ്ട്. അവർക്ക് അതുപോലെ അത് സമ്പുഷ്ടീകരിച്ച് അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സമ്പത്തില്ല. അതിനകത്ത് കണ്ണുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പണ്ടുകുമാർ കൊള്ളയടിച്ച ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോഴും ഇതേ നിലപാടിലാണ് മുന്നോട്ട് പറഞ്ഞത്. അവിടെ പട്ടിണിയും പാപ്പരും ഒക്കെ ആയി ഭയങ്കര അല്ലെങ്കിൽ കടത്തിലും നമ്മൾ പലവട്ടം ചർച്ച ചെയ്യുന്നത് വെളിയിൽ കാണുന്നില്ലെന്നുള്ളത്. പുറത്തെ കൂട്ടുമൊക്കെ അകത്ത് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരേലും ഒക്കെ കൊള്ളയടിച്ചും അല്ലെങ്കിൽ ഇതുപോലെ റെയർ മെറ്റീരിയൽസിൻ്റെ കസ്റ്റോഡിയൻ ഇപ്പോൾ ചൈനയാണല്ലോ. അപ്പോൾ ഇവർക്ക് ചൈന ഔട്ടിയാൽ അവിടുത്തെ നമ്മുടെ ആയുധ വ്യാപാരവും അല്ലെങ്കിൽ വിമാന നിർമ്മാണവും യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണവും മിസൈൽ നിർമ്മാണവും മറ്റ് പലതുമൊക്കെ റെയർ മെറ്റീരിയൽസിൻ്റെ അഭാവത്തിൽ നടക്കാതെ വരും. പ്രധാനമായിട്ടും 27% ലോകത്ത് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യം ഇപ്പോഴും അമേരിക്ക. അപ്പം മറ്റൊരു രാജ്യം ചവിട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ സ്തംഭിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക ആയിട്ടുണ്ട്. മറ്റൊരു രാജ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ചൈനയാണ്. അപ്പോൾ അവർ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനെ മറികടക്കുന്നതിനും അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുന്നതിനും ഊർജം അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റോഡിയം മൊത്തവും ഇവരുടെ കയ്യിലാണ്. GCC രാജ്യങ്ങളൊക്കെ കൈക്കലാക്കി വെച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ. ഇപ്പോൾ ഏറ്റവും അവസാനം മനസ്സിലായി. അതുപോലെ തന്നെ ഈ പല മേഖലയിലും ഇതുപോലെ റെയർ മെറ്റീരിയൽസ് അതിനാ പാകിസ്ഥാനി വരുന്നത്, അതിനാ ഗ്രീൻലാൻഡ് കണ്ണുവെച്ചിരിക്കുന്നത്, അതിലാണ് കാനഡ കണ്ണുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പോക്ക് അത് നാളെ കാലത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് എത്ര ചേർന്ന് നിന്നാലും അമേരിക്കയുടെ താല്പര്യങ്ങളാണ് വലുതെന്ന് ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ മനസ്സിലായി കാണും. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ട്രംപിൻ്റെ ഇത്തരത്തിൽ. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഗ്രീൻലാൻഡിനെ കയറി പിടിച്ചാൽ അമേരിക്ക പിടിച്ചോട്ടെ. നാളെക്കാലത്തെ ഈ ഇവർ പറയത്തില്ല യുക്രൈൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ വന്നാലും ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കും എന്ന് റഷ്യയുടെ മനസ്സിൽ കാണും. ഇതേ ചൈനയും ഇതിനകത്ത് ഗ്രീൻലാൻഡ് വിഷയത്തിൽ പറഞ്ഞേക്കുന്നത് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ചൈനയ്ക്ക് തായ്വാൻ പിടിക്കുമ്പോൾ അമേരിക്ക വന്നു കഴിഞ്ഞാൽ നീ അവിടെ പിടിച്ചപ്പോൾ ഞങ്ങൾ വല്ലതും വന്നു, നിനക്കെന്തോടെ കാര്യം ചോദിക്കുക, ഞങ്ങളുടെ താല്പര്യമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സുരക്ഷയാണ്, ഞങ്ങളുടെ മറ്റു പല ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ കാര്യത്തിലും ഈ തീരുമാനമൊക്കെ എടുക്കാമല്ലോ. ഒരുത്തൻ എടുക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതിനകത്ത് ഈ ഒരു ഉദ്ദേശം കൂടി നമുക്ക് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് അറിയത്തില്ല, നമ്മളങ്ങ് പറഞ്ഞതാണ്. ഏതായാലും കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ്. ഈ റഷ്യയും ഒക്കെ അവരുടെ താല്പര്യത്തിന് അനുകൂലം ആയിട്ട് നിൽക്കാത്തവരുടെ താല്പര്യം സംരക്ഷിക്കാനും അഭിപ്രായം പറയാനും ഇറങ്ങുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇല്ല.